വെൽക്കം ടു ടെക് ടോക്ക് ബൈ ഷറഫു. സ്വന്തമായി ഒരു വീട് പണിയുക എന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. എന്നാൽ വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങുന്നതിന് മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ബിൽഡിംഗ് നമ്പർ ഇടുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വൺ ടൈം ടാക്സ്. എന്താണ് വൺ ടൈം ടാക്സ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വീടിന്റെ ആയുസ്സിൽ ഒരിക്കൽ മാത്രം വില്ലേജ് ഓഫീസിൽ അടയ്ക്കേണ്ട നികുതിയാണിത്. വീട് പണി പൂർത്തിയായി 6 മാസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസിൽ ഓൺലൈനായാണ് ഇതിനായുള്ള ഫോം 2 അപേക്ഷിക്കേണ്ടത്. ആർക്കൊക്കെയാണ് ഇത് വേണ്ടത് എന്ന് നോക്കാം. വീടിന്റെ തറ വിസ്തീർണം അഥവാ പ്ലിന്ത് ഏരിയ അനുസരിച്ചാണ് നികുതി ഈടാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിരക്കുകൾ വ്യത്യസ്തമാണ്. എന്നാലും 100 സ്ക്വയർ മീറ്റർ അഥവാ 1076 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ പഞ്ചായത്തിൽ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് പണിതതെങ്കിൽ ഏകദേശം 3900 രൂപയാണ് ടാക്സ് വരുന്നത്. ഇനി ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പഞ്ചായത്തിൽ നിന്നുള്ള അപ്രൂവ്ഡ് പ്ലാന്. 2. ബിൽഡിംഗ് പെർമിറ്റ്. 3. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. 4. ആധാർ കാർഡ്. 5. ലാൻഡ് ടാക്സ്. ഇത്രയുമാണ് ഇതിന്റെ രേഖകളായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. മേൽ പറഞ്ഞ രേഖകളുമായി നിങ്ങളുടെ അടുത്തുള്ള CSC കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ ഒഫീഷ്യൽ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ അന്വേഷിച്ച് അപ്രൂവ് ചെയ്താൽ വൺ ടൈം ടാക്സ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ തന്നെ അടക്കാവുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത ടെക് ടോക്കുമായി വീണ്ടും കാണാം. ബൈ.